അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1458, സൂറത്തുൻ നഹൽ 65 മുതൽ 67 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ إن في ذلك لآية لقوم يسمعون وإن لكم في الأنعام لعبرة نسقيكم مما في بطونه من بين فرث ودم لبنا خالصا سائغا للشاربين ومن ثمرات النخيل والأعناب تتخذون منه سكرا ورزقا حسنا إن في ذلك لآية لقوم يعقلون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വല്ലാഹു അൻസല മിനസ്സമാഇ മാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. ഫഅഹ്യാ ബിഹിൽ അർള. ആ മഴ മുഖേന അല്ലാഹു തആല ഭൂമിയെ സജീവമാക്കി. ബഅദ മൗതിഹ, അത് നിർജീവമായിരുന്നതിന് ശേഷം. ഇന്ന ഫീ ദാലിക ലആയത്തൻ, നിശ്ചയം ഈ പ്രവർത്തനത്തിലുണ്ട് ദൃഷ്ടാന്തം, ലിഖൗമി യസ്മഊൻ, കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവ് ഇതിൽ നിന്ന് ലഭിക്കുമെന്നർത്ഥം. വഇന്നലകും ഫിൽ അൻആമി ലഇബ്റതൻ, നിശ്ചയം കന്നുകാലികളിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. നുസ്തൈക്കും മിമ്മാ ഫീ ബുത്തൂനിഹി, അവയുടെ വയറുകളിൽ നിന്ന്, ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. അതായത് മിമ്പൈനി ഫർസിൻ വദമിൻ, കാഷ്ടത്തിനും രക്തത്തിനും മധ്യേ നിന്ന്, ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാലിനെ നാം കുടിപ്പിക്കുന്നു. സായിഗൻ ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് രുചികരമായ വിധത്തിൽ തൊണ്ടയിൽ കെട്ടാതെ ഇറങ്ങിപ്പോകാൻ പറ്റും വിധത്തിൽ ലോലമായ പാലിനെ നാം കുടിപ്പിക്കുന്നു. വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി, മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും പഴങ്ങളിൽ നിന്നും, തത്തഖിദൂന മിൻഹു സക്കറൻ, നിങ്ങൾ മധുരപാനീയങ്ങൾ ഉണ്ടാക്കുന്നു. വരിസ്ഖൻ ഹസന, നല്ല ആഹാരവും നിങ്ങൾ അതിൽ നിന്നുണ്ടാക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമിൻ യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആസ്തിക്യത്തിന്റെ തെളിവുകളും അവൻ മാത്രമാണ് ആരാധ്യൻ എന്നതിന്റെ രേഖകളും ബുദ്ധിപരമായി പ്രകൃതിയിൽ നിന്ന് മനുഷ്യന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ ചിലത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾ നോക്കൂ, മനുഷ്യന് അള്ളാഹു നൽകുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ നിന്ന് സുപ്രധാനമായ ചിലത് അള്ളാഹു താല ഇവിടെ സൂചിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, ഈ അനുഗ്രഹങ്ങളുടെ ഗുണഭോക്താവായിക്കൊണ്ട് അവൻ എങ്ങനെയാണ് അല്ലാഹു ആകുന്ന സർവശക്തനായ നാഥന്റെ പ്രവർത്തനങ്ങളെ, അവന്റെ സേവനങ്ങളെ, അവൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അല്ലാഹുവിനോട് സമീകരിച്ച് മറ്റു ചില ദൈവങ്ങളെ കൂടി സ്ഥാപിക്കുന്ന ബഹുദൈവ വിശ്വാസിയായി തീരുന്നത് എന്നാണ് ഈ ചോദ്യത്തിന്റെ ഒരു വശം. ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ സംവിധാനിച്ച ഒരു സംവിധായകന്റെ അനിവാര്യത ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടുമാർ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചിന്തയെ തട്ടിയുണർത്തി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം എന്ന് ഉണർത്തുമ്പോൾ, ദൈവം തന്നെ ഇല്ല എന്ന നിഷേധത്തിന്റെ ശൈലി സ്വീകരിക്കാൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുന്നത്? അപ്പൊ ഈ രണ്ടു ഇരുതല മൂർച്ചയുള്ള ഒരു വിമർശനത്തിന്റെ ശൈലിയാണ് വാസ്തവത്തിൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ വെച്ചുകൊണ്ട് അല്ലാഹു തആല ചിന്തിക്കുന്നവന്റെ മനസ്സിനെ തട്ടി ഉണർത്തുന്നത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം
നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂചിപ്പിക്കുന്നതിന്റെ ചുരുക്കം എന്താ? സസ്യലതാദികൾ, കായ്കനികൾ, പഴവർഗ്ഗങ്ങൾ, ഇവകളെല്ലാം മഴയുടെയും ജലത്തിന്റെയും ഉൽപ്പന്നങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നു. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടാണല്ലോ അവയുണ്ടാകുന്നത്. നേരത്തെ ഒന്നുമില്ലാതെ തരിശായി കിടക്കുന്ന സ്ഥലം ആകാശത്തുനിന്ന് മഴ വർഷിക്കുകയും പിന്നീട് സജീവതയുള്ളതായി മാറുന്നത് നമ്മൾ നിരന്തരം കാണുകയാണ്. എങ്കിൽ ആ മഴ വർഷിപ്പിക്കുക എന്ന് പറയുന്ന സംവിധാനം അതെങ്ങനെയാ? അതിന്റെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ ബുദ്ധിയുള്ള മനുഷ്യൻ? ഒരു മുട്ടുസൂചി പോലും താനേ ഉണ്ടാകുന്നില്ല എന്ന കാര്യം സമ്മതിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പിന്നിൽ ഇത്രയും സ്മൂത്തായ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരു ശക്തിയില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? അല്ലെങ്കിൽ ആ ശക്തി എല്ലാവരും കൂടിയ ഒരു സംവിധാനമാണ്, ഒരു ടീം വർക്കിന്റെ ഭാഗമാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു? ടീം വർക്കിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ടീം വർക്കിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ആ ടീം പലപ്പോഴും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ വന്നേക്കാം. അത് വന്നാൽ ഒരാൾ ഒരഭിപ്രായം പറയും, മറ്റേയാളായിട്ട് എതിരഭിപ്രായം പറയും. അപ്പൊ ദൈവങ്ങൾ ഒന്നിലധികം ഉണ്ടാവുക എന്നത് ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിന് തടസ്സമാണ്. കാരണം ഒന്നിലധികം ആളുകൾ കൂടിയാലേ ഇത് നടക്കൂ എന്ന് വന്നാൽ ഒരു ദൈവവും പൂർണ്ണമായ കഴിവുള്ളവരല്ല എന്ന് പറയേണ്ടി വരും. പൂർണ്ണമായ കഴിവില്ലാത്തവരും അപൂർണതയുടേതായിട്ടുള്ള കുറവുകളുള്ളവരും ഒരിക്കലും ദൈവമാവുക എന്ന സംവിധാനത്തിന് പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ ലോകം സ്മൂത്തായി നിലനിൽക്കുന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ പിന്നിൽ സർവശക്തനായ ഒരു സംവിധായകന്റെ സാന്നിധ്യം അത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തേ പറ്റൂ എന്നാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. അപ്പോൾ മഴ വർഷിച്ചുകൊണ്ട് വരണ്ടു കിടക്കുന്ന ഭൂമിക്കുണ്ടാകുന്ന സജീവത നമ്മൾ കാണുന്നുണ്ട്. കാലികളെ വളർത്താൻ, അവക്ക് മേഞ്ഞു തിന്നാൻ ഈ സസ്യലതാദികൾ, അതേപോലെ ഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങൾ ആവശ്യമുണ്ട്. അതിനുവേണ്ട പശ്ചാത്തലം ഒരുക്കുക കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നു. മനുഷ്യന് ആഹാരമായി ഉപയോഗിക്കാൻ വിവിധ രീതിയിലുള്ള പഴവർഗ്ഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൽപ്പാദിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും നല്ല സമീകൃത ആഹാരമായ പാല് കാലികളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാമല്ലോ. ആ പാലിന്റെ ഒരു ഉൽപാദനത്തിന്റെ ശൈലി ഒന്ന് പരിശോധിച്ചു നോക്കൂ. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. രക്തം ക്രമീകരിക്കുന്ന ഹൃദയത്തിന്റെ, അതേപോലെ ഭക്ഷ്യവസ്തുക്കളുടെ വിസർജന കേന്ദ്രമായ കാഷ്ടസഞ്ചിയുടെയും ഇടയിൽ നിന്നാണ് പാലിന്റെ ഉത്ഭവം. എന്നിട്ടോ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്ന് വന്നിട്ടും അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ഒരംശം അതിന്റെ എനർജിക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ രക്തമായി മാറുമ്പോൾ മറ്റൊരംശം അതിന്റെ ചവറുകളൊക്കെ കാഷ്ടവും മൂത്രവുമായി മാറുകയാണ്. എന്നാൽ ഇത് രണ്ടിന്റെയും ഇടയിൽ നിന്ന് വരുന്ന പാലിനെ സംബന്ധിച്ചിടത്തോളം കാഷ്ടത്തിന്റേതോ അല്ലെങ്കിൽ രക്തത്തിന്റേതോ ആയിട്ടുള്ള യാതൊരു ലക്ഷണമോ അതിനോട് അടുത്ത് നിൽക്കുന്നത് എന്ന നിലക്ക് അതിന്റെ ഒരു സ്മെല്ലോ മറ്റ് സംഗതികളോ ഒന്നുമില്ലാത്ത വിധത്തിൽ വരുന്നു. കാഷ്ടത്തിന്റെയോ അതേപോലെ തന്നെ രക്തത്തിന്റെയോ യാതൊരു വിധത്തിലുള്ള ലക്ഷണവുമില്ലാത്ത വിധത്തിൽ പാല് മറ്റൊരു ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു ജീവിയുടെ ഉദരത്തിൽ നടക്കുന്നുവെങ്കിൽ അത് തന്നെ എങ്ങനെയൊക്കെയോ വന്നുപോയതാണ് എന്ന് പറയാൻ ബുദ്ധിയുള്ളവർ പറ്റുമോ? ഇത്ര സ്മൂത്തായി കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനെ മനുഷ്യൻ എങ്ങനെയാണ് മറന്നുപോകുന്നത്? ആ സംവിധായകന്റെ സാന്നിധ്യത്തെ അവൻ എങ്ങനെയാണ് അവഗണിക്കുന്നത്? ഇതൊക്കെയാണ് ഈ പറയുന്ന ആയത്തുകളുടെ മൊത്തത്തിലുള്ള ഒരു പ്രതിപാദന രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഇന്നൽ മഖ്സൂദൽ അഅ്ലമ മിൻ ഹാദൽ ഖുർആനിൽ അളീം, മഹത്തായ ഈ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തഖരീറു ഉസൂലിൻ അർബഅ, 4 അടിസ്ഥാന സിദ്ധാന്തങ്ങൾ സ്ഥിരീകരിക്കലാണ്. ഒന്നാൽ ഇലാഹിയാത്ത്, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിക്കുക. 2 വനുബുവ്വാത്ത്, ഈ ആരാധ്യനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ നേരിട്ട് സംശീകരിച്ച് നമ്മിലേക്ക് എത്തിക്കുന്ന പ്രവാചക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ. 3 വൽ മആദു, മടക്കം, ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷം നമ്മുടെ ജീവിതത്തിലെ നടന്ന ഓരോ സംഗതികളും കൃത്യമായി വിശകലനത്തിന് വിധേയമാക്കുന്ന ഒരു ലോകം.
എന്നിട്ട് ചെയ്ത പ്രവർത്തനത്തിന് അനുകൂലമോ പ്രതികൂലമോ ആയ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകപ്പെടാനുള്ള സംവിധാനം. നാലാമത്തെ കാര്യം ഇസ്ബാത്തുൽ ഖളാഇ വൽ ഖദർ. ഖളാ ഖദർ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു സംഗതിയും യാദർശികമായോ യാന്ത്രികമായോ ഉണ്ടാകുന്നതല്ല. അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചും അവന്റെ കൺട്രോൾ അനുസരിച്ചും അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ചും തന്നെയാണ് നടക്കുന്നത് എന്ന് സ്ഥാപിക്കുക. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഖുർആനിന്റെ ഓരോ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാം. എന്നാൽ ആ 4 കാര്യങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാവൽ മഖ്സൂദുൽ ആലമിൻ ഹാദിഹിൽ ഉസൂലിൽ അർബഅ. ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്രീറുൽ ഇലാഹിയാത്ത്, ആരാധ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരീകരണമാണ്. അഥവാ ബാക്കി സംഗതികളെല്ലാം ആരാധ്യൻ അല്ലാഹുവാണ് എന്ന യാഥാർത്ഥ്യത്തെ സാംശീകരിക്കാനും അത് സ്ഥിരീകരിക്കാനും വേണ്ടിയുള്ള സഹായകങ്ങളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫലിഹാദ സബബി, ഈ കാരണം കൊണ്ടാണ് കുല്ലമുംതദ്ദൽ കലാമു ഫീ ഫസ്ലിൻ മിനൽ ഫുസൂലി ഫീ വഈദിൽ കുഫാർ, സത്യനിഷേധികളുടെ നിഷേധാത്മകമായ നിലപാടുകൾക്കെതിരെ താക്കീതുമായി എത്ര നീണ്ട സംസാരം ഖുർആനിലൂടെ കടന്നുപോയാലും ആദയിലാ തഖ്രീറിൽ ഇലാഹിയാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും തന്റെ ചർച്ച ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മടങ്ങി വരിക എന്നത്. ഫഫി ഹാദിഹി സൂറ, ഈ അധ്യായത്തിൽ തന്നെ നോക്കൂ, ലമ്മാ അറാദ ദിക്റ ദലായിലിൽ ഇലാഹിയാത്തി ഇബ്തദാ ബിൽ അജ്റാമിൽ ഫലക്കിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസ്തിക്യത്തിന്റെ തെളിവുകൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗോളങ്ങളുമായി ബന്ധപ്പെട്ട് ആകാശലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പരാമർശനം നടത്തുന്നു. പിന്നീട് മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ജീവികളുടേതായിട്ടുള്ള സേവനങ്ങളും അവകൾക്ക് അല്ലാഹു തആല സംവിധാനിച്ച കാര്യങ്ങളും മൂന്നാമതായി വിശദീകരിക്കുന്നു. സസ്യങ്ങളുടെ ഉൽപാദനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാലാമതായി വിശദീകരിക്കുന്നു. കടലിന്റെയും അതേപോലെ ഭൂമിയുടെയും സാഹചര്യങ്ങൾ, അവിടെ നടക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ, അത് അഞ്ചാമതായി വിശദീകരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ ഈ സൂറത്തിൽ തന്നെ അല്ലാഹു തആല ക്രമാനുഗതമായി വിശദീകരിച്ചു പോയിട്ടുണ്ട്. എങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ ഈ 65ാമത്തെ സൂക്തത്തിൽ ലമ്മ ആദ ഇലാ തഖ്രീർ ദലായിലിൽ ഇലാഹിയാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമെന്ന യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിക്കുന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വന്നപ്പോൾ ബദഅ അവ്വലൻ ബിദിക്രിൽ ഫലക്കിയാത്തി, വാനലോകവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളിലേക്കാണ് ആദ്യം തന്നെ അല്ലാഹു ചർച്ച കൊണ്ടുപോയത്. അതാണ് വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു തആല ഉപരിലോ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ആ ചർച്ച അല്ലാഹു തആല കൊണ്ടുവന്നത്. അപ്പൊ ഈ മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്? അതിന്റെ പേറ്റന്റ് അവകാശപ്പെടാൻ ഈ ലോകത്തെ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി റെഡിയാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള സംവിധാനങ്ങൾ, ഒരു കൂട്ടായ്മകൾ, ഒരു ടീം വർക്ക്, ഇതൊക്കെ ഞങ്ങളുടെ വകയാണ് എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അല്ലാഹു ആകട്ടെ അവൻ അവകാശപ്പെടുന്നു, അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനെന്ന്. എങ്കിലത് അംഗീകരിക്കുകയല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റൊരു ശക്തി സ്ഥാപിക്കാൻ സാധിക്കാത്ത കാലത്തോളം അത് അല്ലാഹു തന്നെയാണെന്ന് അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു ജീവികളുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ. അല്ലെ, 66ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വഇന്നലക്കും ഫിൽ അൻആമിൽ ഇബറത്തൻ നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി എന്ന് പറഞ്ഞ് പാലുൽപാദനം ഉൾപ്പെടെയുള്ള സംഗതികൾ, അതിന്റെ അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ, കാസപ്പെട്ടിയുടെയും അതേപോലെ തന്നെ രക്തക്കൊഴലുകളുടെയും ഇടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിനു പക്ഷേ കാഷ്ടത്തിന്റെ മണമില്ല, രക്തത്തിന്റെ രുചിയുമില്ല, മറിച്ച് അതൊന്നുമില്ലാത്ത വിധത്തിൽ കുടിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഫലപ്രദമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരാഹാരം എന്ന രൂപത്തിൽ ഉപയോഗിക്കാവുന്ന പാലിനെ അല്ലാഹു തആല ഇത് രണ്ടിന്റെയും ഇടയിൽ നിന്ന് കൊണ്ടുവന്നുവെങ്കിൽ എത്ര സങ്കീർണമായ ഒരു പ്രക്രിയയാണ്, അതോടൊപ്പം തന്നെ എത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പിന്റെ ശൈലിയാണ് അതിൽ നിന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല 67ാമത്തെ സൂക്തത്തിൽ ഇവിടെ വിശദീകരിക്കുന്നത് ജീവികളെ കൊണ്ടും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള ചില സംഗതികൾ കൊണ്ടൊക്കെ മനുഷ്യനുണ്ടാകുന്ന ഉപകാരങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പൊ ഈ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം ഇതിന്റെ പിന്നിൽ ഒരു സംവിധായകനുണ്ട്, ഇതൊന്നും സ്വയംഭൂ അല്ല.
ഇത് തന്നെ എങ്ങനെയൊക്കെയോ ഉണ്ടാകുന്ന ഒരു പ്രകൃതി പ്രതിഭാസം അല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു സംവിധായകനുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു കൺട്രോളറുണ്ട്. ആ കൺട്രോളർ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം സർവശക്തനായിരിക്കണം. ആ സർവശക്തനായവനെ മാത്രമേ ആരാധ്യൻ എന്ന കൺസെപ്റ്റോടുകൂടെ വണങ്ങാനും ബഹുമാനിക്കാനും പാടുള്ളൂ. അത് പറയാനാണ് അല്ലാഹു തആല പ്രവാചകന്മാരിവിടെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരിവിടെ വന്ന് പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവർക്കേ മരണശേഷമുള്ള പിന്നീടുള്ള ജീവിതത്തിൽ രക്ഷയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇതിലേക്കെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ വിഷയത്തിലുമുള്ള ശ്രദ്ധകൾ പ്രത്യേകമായി പതിയണമെന്നും അതിനു പകരം നമ്മൾ അങ്ങേയറ്റം വിമർശകരും അതേപോലെ തന്നെ നമുക്ക് ബോധ്യപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതിനൊക്കെ നിഷേധിക്കുന്ന നിരാകരിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന ബുദ്ധിശൂന്യന്മാരുമായി പോകാൻ പാടില്ല. മറിച്ച് കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് അതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഇറങ്ങി വരാനുള്ള സന്മനസ് കാണിക്കുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, അല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അങ്ങനെ അല്ലാഹു തആല മഴ മുഖേന അത് മരിച്ചു കടന്നതിന് ശേഷിച്ചാൽ വരണ്ടുണങ്ങി കടന്ന തരിശായി കടന്നതിന് ശേഷം ഭൂമിയെ അല്ലാഹു തആല സജീവമാക്കി. എല്ലാ കാലത്തും ഭൂമി ഒരുപോലെയല്ല, അല്ലെ? ചില കാലത്ത് പച്ചപ്പട്ടുടുത്ത് നിൽക്കുന്നത് പോലത്തെ ഒരു സംവിധാനം ഭൂമിക്ക് നമ്മൾ കാണുന്നു. മറ്റു ചില കാലത്ത് ഒരു പുല്ലും പുഷ്പിക്കാത്ത വിധത്തിൽ ഉണങ്ങിക്കിടക്കുന്ന സാഹചര്യവും നമ്മൾ കാണുന്നു. എങ്കിൽ ഈ രണ്ടു പ്രകൃതിയിലെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ ഭൂമിക്ക് വരുന്നത് എങ്ങനെയാണ്? അല്ലാഹു ആകുന്ന യജമാനൻ അതിനുണ്ടാക്കുന്ന രണ്ടു കാലാവസ്ഥയിലുള്ള സംവിധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ, കാര്യങ്ങളെ യഥാവിധി കേട്ടു മനസ്സിലാക്കുന്ന സമൂഹത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഈ ഭാവമാറ്റം ഉണ്ടാകുന്നത്? മഴ വർഷിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ചൈതന്യം എവിടുന്ന് വരുന്നു? അപ്പൊ ആ മഴ എങ്ങനെ വർഷിക്കുന്നു? ഈ ചൈതന്യം ഏതു രൂപത്തിൽ ഇതിന് പ്രതിഫലിക്കുന്നു? ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മഴ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ആൾ ചിന്തിച്ച് മനസ്സിലാക്കണം. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ആസ്തിക്യത്തിലേക്കും അവൻ ഉള്ളവനാണ് എന്നതിലേക്കും എത്തിപ്പെടാൻ യാതൊരു പ്രയാസവുമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. എന്നിട്ട് അള്ളാഹു രണ്ടാമത്തെ കാര്യം പറയാം, ഇന്നലക്കും ഫിൽ അൻആമിൽ ഇബ്റ, കന്നുകാലികളിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. അഥവാ അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള സൃഷ്ടിപ്പും അതിന്റെ സംവിധാനങ്ങളും പരിശോധിച്ചാൽ അതിലും നിങ്ങൾക്കൊരു സൃഷ്ടാവിന്റെ സാന്നിധ്യം കൃത്യമായി ബോധ്യപ്പെടുകയും അത് ഉൾക്കൊള്ളേണ്ടി വരികയും ചെയ്യും. നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി, ആ കന്നുകാലികളുടെ വയറ്റിലുള്ളതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കുടിപ്പിക്കുന്നു. അതായത് മിമ്പൈനി ഫർസിൻ വദമിൻ, രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്ന്, അഥവാ അത് രണ്ടിന്റെയും ഇടയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പാനീയമാണ് ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാല്. ഖാലിസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായത് പറഞ്ഞാൽ ഈ തൊട്ടടുത്തുള്ള കാഷ്ടത്തിന്റെയോ ഇപ്പുറത്തുള്ള രക്തത്തിന്റെയോ അതിന്റെ കലർപ്പില്ലാത്ത അല്ലെങ്കിൽ അതിന്റെ രുചി, അതിന്റെ ടേസ്റ്റ്, അതിന്റെ മണം അതൊന്നും അതിലേക്ക് കലരാത്ത വിധത്തിലുള്ള ശുദ്ധമായ പാല്. അതോടൊപ്പം തന്നെ സായകൻ, തൊണ്ടയിൽ കെട്ടാതെ കുടിക്കുന്ന ആളുകൾക്ക് സുഖമായി ഇറക്കാൻ പറ്റും വിധത്തിലുള്ള, കുടിക്കുന്ന ആളുകൾക്ക് സുഖമായി ഇറക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സ്വാദിഷ്ടമായ പാല്, ഏറ്റവും വലിയ സമീകൃത ആഹാരമായി മനുഷ്യന് ഉപയോഗിക്കാവുന്ന പാല് അല്ലാഹു തആല ഈ കന്നുകാലികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ്. വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബ്, ഈ ഈത്തപ്പനയിൽ നിന്നും മുന്തിരിവള്ളിയിൽ നിന്നും മുന്തിരിച്ചാറുകളിൽ നിന്നും നിങ്ങൾ, അതായത് തത്തഹിദൂന മിന്നു സക്കറ, അതിൽ നിന്ന് നിങ്ങൾ മധുര പാനീയങ്ങൾ ഉണ്ടാക്കുന്നു, നല്ല മധുരമുള്ള ജ്യൂസുകൾ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കുന്നു. മദ്യം നിരോധിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഈ പഴച്ചാർ ഉപയോഗിച്ചുകൊണ്ട് മദ്യവും ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അത് നിരോധിക്കപ്പെട്ടതിന് ശേഷം ലഹരി ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനവും അതുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന നിയമം പിന്നീട് വന്നു. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് അതിൽ നിന്ന് പറ്റുന്നത് മധുരപാനീയങ്ങൾ, ജ്യൂസുകൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു റിസ്ഖൻ ഹസന, നല്ല ആഹാരവും നിങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ? ഈത്തപ്പഴവും അതേപോലെ മുന്തിരിയും ഒക്കെ പല നാടുകളിലെയും പ്രധാനപ്പെട്ട ആഹാരങ്ങളായി തന്നെ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഇന്ന ഫീ ദാലിക, ഈ പറയപ്പെട്ടവയിലെല്ലാം ഉണ്ട് ആയത്തൻ ലിഖൗമിൻ യഅഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നല്ല ദൃഷ്ടാന്തമുണ്ട്. അതായത് ഇതൊന്നും താനേ ഉണ്ടായതല്ല, ഇതിന്റെ പിന്നിലെല്ലാം ഒരു സംവിധായകനുണ്ട്. ആ സംവിധായകൻ സർവശക്തനാണ്, അത് അല്ലാഹുവാണ്.
അവനെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.